ഹലോ, വെൽക്കം ടു ചീമാസ് കിച്ചൺ. ഇന്ന് ചീമാസ് കിച്ചണിൽ ഉണ്ടാക്കുന്നത് ഒരു പൊട്ട് പഴംപൊരിയാണ്. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. അപ്പം ഞാൻ മടുപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു പഴംപൊരിക്കായിട്ട് ഞാനിവിടെ 2 പഴം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പഴുത്ത പഴമാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിനൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിനെ ഒന്ന് തൊലി കളഞ്ഞ് റൗണ്ടിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഈ കാണുന്ന പോലെ നേർത്തതായിട്ട് വളരെ തിന്നായിട്ട് നമുക്ക് റൗണ്ടായിട്ട് ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിതിനൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കണം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 100 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഷുഗർ ഒരു 6 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. പഞ്ചസാര നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി. പിന്നെ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. ഇതൊക്കെ ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് അതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കാണുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് ഒരു പഴംപൊരിയുടെ കൂട്ട് തയ്യാറാക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കണം എന്നില്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതുപോലെ തന്നെ ഏലക്കാപ്പൊടിയും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഇത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം കുറച്ചായിട്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. കാരണം ആ ഒരു കൺസിസ്റ്റൻസിയിൽ കൂടുതൽ വെള്ളവും ആയി പോകാൻ പാടില്ല, അതുപോലെ തന്നെ കൂടുതൽ കട്ടിയായി പോകാൻ പാടില്ല. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പഴം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കാണുന്ന പോലെ എല്ലാ പഴവും ഇതിലേക്ക് ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ പഴമൊക്കെ ചേർത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഡീപ്പ് ഫ്രൈ ആണ്. ഇപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഒരു സ്പൂണിൽ പറ്റുന്ന രീതിയിൽ മാവെടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഈ കാണുന്ന പോലെ ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പഴംപൊരിയുടെ ആ ഒരു തരത്തിൽ തന്നെ നമുക്കിത് കിട്ടിയാൽ മതി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടെ ഒന്ന് വെച്ചാൽ മതി. ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. പഴംപൊരിയുടെ ആ ഒരു ടെക്സ്ചർ തന്നെയാണ് ഇതിനുണ്ടായിരിക്കുക. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട എല്ലാ വീഡിയോസും നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. കുറേ ആൾക്കാർ അത് ഉണ്ടാക്കിയതിന് ശേഷം എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും എല്ലാ വീഡിയോസും നിങ്ങൾ ട്രൈ ചെയ്യണം. ഇപ്പം നമ്മുടെ പൊട്ടുപഴംപൊരി ഏകദേശം ഒന്ന് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ അരിപ്പൊടിയൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് മാത്രം ചേർത്താൽ മതി. അരിപ്പൊടി ഒരു ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടിയൊക്കെ ചേർക്കുന്നത്. നിങ്ങൾക്കെല്ലാം കുറച്ച് സോഫ്റ്റ് ആയിട്ടാണെങ്കിൽ അരിപ്പൊടി ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമുക്കിതിനൊന്ന് കോരിയെടുക്കാം. ഈ ഒരു വീഡിയോയിൽ ഇത് കുറച്ച് ബ്രൗൺ ആയിട്ടാണുള്ളത്. ശരിക്കും പറഞ്ഞാൽ അത്ര ആവേണ്ട ആവശ്യമില്ല. പഴംപൊരിയുടെ ആ ഒരു ടെക്സ്ചർ തന്നെ ആയിരിക്കും. നമുക്കിതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ പൊട്ടുപഴംപൊരി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. പഴംപൊരി കുറേ മടുത്ത ആൾക്കാരുണ്ടെങ്കിൽ അതിനെ ഈ ഒരു വെറൈറ്റി ആയിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് പഴംപൊരിയുടെ അതേ കൂട്ടിൽ തന്നെ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ പൊട്ടുപഴംപൊരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്യുക, എല്ലാവരും വാച്ച് ചെയ്യുക, അതുപോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.